ആവശ്യമായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ വിഷയത്തിന്റെ തുടർച്ചയും ലോകം മുഴുവനും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും ഇസ്ലാമിക വീക്ഷണത്തിൽ വളരെയധികം മോശപ്പെട്ടതെന്നും അതുപോലെ ഇസ്ലാമിക വിരുദ്ധമെന്നതുമൊക്കെ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചതുമായ തീവ്രവാദത്തിന്റെയും അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പതിപ്പായ ഭീകരവാദത്തിന്റെയും അതുപോലെ തന്നെ പക്ഷപാതിത്വത്തിന്റെയും ഒക്കെയുള്ള ഒരു ലോകമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ. പ്രത്യേകിച്ച് ഇവിടെ സൂക്ഷിക്കപ്പെടാൻ കാരണം വിഷയം തന്നെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികളിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. പക്ഷേ പലപ്പോഴും അതൊക്കെ ഇസ്ലാമിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമായി ചിത്രീകരിക്കാൻ ലോകത്തിലെ മീഡിയകൾ വളരെ പിണഞ്ഞു പരിശ്രമിക്കും. അപ്പൊ അതൊരു ഗൂഢതന്ത്രമാണ്, ഒരു ഗൂഢാലോചനയാണ് എന്ന് തിരിച്ചറിയുന്നതോട് കൂടി തന്നെ എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിനെതിരിൽ ആദ്യമായി വാളോടുന്നത് എന്ന് പഠിക്കുമ്പോഴാണ് ലോകത്ത് ഇപ്പോൾ നടക്കുന്ന തീവ്രവാദത്തിന്റെ മുഴുവനും അല്ലെങ്കിൽ സ്ഫോടനങ്ങളും മറ്റുള്ളതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ, ലോകത്തൊരു മതത്തിന്റെ പേരിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിലാണ് സങ്കടകരമായ കാര്യം. ഇന്ത്യ രാജ്യത്തെ ഭീകര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ലോകത്ത് യൂറോപ്പിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ എവിടെയായാലും ഒരു മതത്തിന്റെ ആളുകൾ ഇത് ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ അങ്ങനെയുള്ളൊരു വിഡ്ഢിത്തം, ഒരു മഹാവിഡ്ഢിത്തം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ജിഹാദിന്റെ പേരിൽ അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ചെയ്യുന്ന ആളുകളാണെന്ന പേരിൽ മുസ്ലിംകളാണെന്നുള്ളതാണ് ഒരു സങ്കടകരമായി. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലുള്ള എല്ലാ മീഡിയകളും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭാഗത്ത് ഇസ്ലാമിനെതിരെ ഗൂഢാലോചനയുണ്ട്, സിയോണിസ്റ്റുകളും അതുപോലെ തന്നെ ചില പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ ഇസ്ലാമിനെതിരിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞ ഈ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പോയിന്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിംകൾ പ്രതിക്കൂട്ടിലാകുന്നു? കാരണം ഇസ്ലാമിന്റെ പേരിലാണ് നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മോസ്കോയിൽ, റഷ്യയിൽ ഇപ്പൊ അടുത്തൊരു സ്ഫോടനമുണ്ട്. അതിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഇരകളായ ആളുകളുടെ ഫോട്ടോ ഒരുപക്ഷെ റഷ്യൻ ഗവൺമെന്റിന്റെ ഒരു പ്രവർത്തനത്തിലും പങ്കാളികളല്ലാത്ത അവിടുത്തെ സിവിലിയന്മാരാണ് വെച്ചത്. കോളേജ് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഗവേഷകന്മാർ ഒരുപക്ഷെ ഭാവിയിൽ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ വരെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാം ആശ്ലേഷിക്കുന്നത് നമ്മുടെ കേരളത്തിലല്ല, മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലോ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിലോ അല്ല, ഇപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്ന വലിയ ചിന്തകന്മാരുടെ പട്ടിക നിരക്കുമ്പോൾ കേരളത്തിലെ ഒരു കമലാശ്രയ മാത്രമാണ് നോക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ആളുകളുടെ പേരുകളിൽ സിനിമാ നടന്മാർ അതുപോലെ തന്നെ വലിയ വലിയ ചിന്തകന്മാർ, അംബാസഡർമാർ, ഇവരൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പറ്റി പഠിച്ച് കടന്നു വരുന്നതാണ്. മാത്രമല്ല പൊതുവെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ മുസ്ലിമായ രൂപത്തിലുള്ള ചലനമല്ല അവർ ലോകത്ത്. റാൽ ഹോഫ്മാൻ ജർമ്മനിയിൽ നിന്ന് ഇസ്ലാമിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ 10,000 ഇസ്ലാമിനെ പറ്റി പഠിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ നിർണ്ണയിക്കുന്ന ഏറ്റവും ഇസ്ലാമിന് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിനെ ലോകത്തിന്റെ മുന്നിൽ കരിവാരിച്ചേക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെയധികം ആക്ഷേപാർഹമാണ്. ഇസ്ലാമിന്റെ പേരിൽ അത് നിലനിൽക്കുന്നില്ല എന്നാണ് മുസ്ലിം പണ്ഡിതന്മാരെ പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടി തന്നെ മറുഭാഗത്ത് കണ്ടില്ലേ, ഇന്ന് ലോകത്തിന് ഫിത്ന ഉണ്ടാകുമെന്ന് വെച്ചാൽ ഫിത്ന എന്ന ഹദീസ് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ മറ്റൊരു സംഗതി കൊണ്ട് കൊലപാതകം.
നിരപരാധികളായ ആളുകളെ വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച സഹാബികൾക്ക് വരെ അത് സഹാബികളിൽ സിഫീൻ എന്ന പേര് നമ്മൾ പഠിച്ചു. ജമൽ യുദ്ധം എന്ന പേരിലൊക്കെ യുദ്ധമുണ്ടായി. പക്ഷെ അത് സംഭവിച്ചപ്പോൾ തന്നെ മനുഷ്യരുടെ ചോര ചിന്തുന്ന അല്ലെങ്കിൽ വെറുതെ നിരപരാധികൾ വധിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു വിഭാഗം സഹാബികൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള ഈ ഇത്തരം ചിത്രത അത് നല്ലതല്ല, അത് ന്യായീകരിക്കപ്പെടാൻ യാതൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ സമർത്ഥമായി അവർ മാറി നിന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നത് മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെ കുറച്ച് ആളുകളും അലി റളിയല്ലാഹുവിന്റെ കുറച്ച് കൂടെ ആളുകളും വന്നപ്പോൾ ഞങ്ങൾ അലിയുടെ പാർട്ടിക്കാരാണ്, അല്ല ഞങ്ങൾ മുആവിയയുടെ പക്ഷത്താണ് റളിയല്ലാഹു അൻഹുമ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ രണ്ട് വിഭാഗമായി തിരിഞ്ഞപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട ബുദ്ധിമാന്മാരായ ഉത്തമ നൂറ്റാണ്ടുകൾ എന്ന് പരിചയപ്പെടുത്തുന്ന, അതുകൊണ്ടാണ് അവർ ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ രണ്ടാണ് തല്ലുകൂടുമ്പോൾ ആ തല്ല് കാണാൻ രസമുണ്ടെന്ന് പറയുന്ന മൂന്നാമത്തെ പാർട്ടി വരിക. സഹാബികൾ അങ്ങനല്ല. മുസ്ലിങ്ങൾ സിഫീനിലും അതുപോലെ തന്നെ ജമൽ യുദ്ധം പോലുള്ള യുദ്ധങ്ങളിൽ അവരുടെ ജൂതന്മാരുടെ ഗൂഢാലോചന പ്രകാരം അപടവിശ്വാസികളുടെ തന്ത്രമുഖേന ഉണ്ടായ യുദ്ധത്തിൽ സഹാബികൾ പറഞ്ഞു ഞങ്ങൾ ഒന്നിട്ടില്ല, ഒരു വിഭാഗമാണ്. മറ്റൊരു വിഭാഗമാണ് മുആവിയയുടെ കൂടെ നിന്നു. അവർക്ക് ഒരു പക്ഷേ ചില കാരണങ്ങൾ, അവരുടെ ചില കാരണങ്ങൾ പറഞ്ഞ് ചരിത്രപരമായിട്ട് മറ്റുള്ള ആളുകൾ അലിയുടെ പക്ഷത്ത് നിന്നു. പക്ഷേ ഈ മൂന്ന് വിഭാഗം ആളുകളെ സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ വീക്ഷണം എന്താണ്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അവർ സത്യത്തിന്റെ ആളുകളാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും പക്ഷത്ത് ആളുകൾ നിൽക്കുകയും അങ്ങനെ ചില മുസ്ലിങ്ങൾ അതിൽ വധിക്കപ്പെടുകയും ചെയ്യുന്നത് സത്യമാണ്. പക്ഷെ അത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ചില സഹാബികളൊക്കെ മാറി നിന്നിട്ട് അവർ പറഞ്ഞത് അൽ ഖായിദു ഫീഹാ ഖൈറു മിനൽ ഖായിദ്. അതിൽ നിൽക്കുന്നവൻ ഇരിക്കുന്നവനേക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നിലൊരുക്കുന്ന, ഇരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ആ കുഴപ്പത്തിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു മൂലത്തെ ഇരിക്കുന്നവൻ അവനാണ് ഉത്തമം. പിന്നെയും അവർ പറഞ്ഞു അതിൽ നടക്കുന്നവൻ അതിൽ ഓടുന്നവനേക്കാൾ ഉത്തമനുമാണ് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൽ അതിന് ചൂട്ടുപിടിക്കുകയും അതിനവരെ ഭിന്നിപ്പിക്കാൻ ആക്കം കൂട്ടുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ മനസ്സിലാക്കി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഭാഗമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ ലോകത്ത് മുഴുവനും വ്യാപിപ്പിക്കപ്പെട്ട ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങളുടെ രക്തം ചിന്തുക എന്ന ഭയങ്കരമായ ആപത്തിലേക്കാണ് തീവ്രവാദികൾ. ലോകത്തിപ്പോ അമേരിക്കയിൽ സ്ഫോടനം നടന്നു വിചാരിക്കുക, അല്ലെങ്കിൽ റഷ്യയിൽ സ്ഫോടനമുണ്ടായി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രധാന നഗരത്തിൽ സ്ഫോടനമുണ്ടായി, ഒരു മുസ്ലിം അതിൽ മരിച്ചാൽ മതി, അവര് കാലാകാലം നരകമാണ്. കാഫിറിനെ കൊല്ലാൻ പാടില്ല, യാതൊരു ന്യായവുമില്ലാതെ കാഫിറിനെ കൊല്ലാൻ പാടില്ല, അത് ഭയങ്കര തെറ്റ്. മാത്രമല്ല അതിലൊരു മുസ്ലിം ഒരു പേരിന് ഗർഭസ്ഥ ശിശു പോലും മരിച്ചാൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്നു അബ്ബാസ് വിശദീകരിച്ച ആയത്ത് ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മരിച്ചു കഴിഞ്ഞാൽ കൽപ്പിച്ചുകൂട്ടി കൊന്നാൽ അവൻ കാലാകാലം നരകത്തിലാണ്, പിന്നെ അവിടുന്ന് പുറത്താവില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു ഇത് ജിഹാദിന്റെ വിഷയത്തിൽ, ഇസ്ലാമിൽ പറയപ്പെടുന്ന ധർമ്മസമരത്തിന്റെ വിഷയത്തിൽ അവസാനം ഇറങ്ങിയ ആയത്താണ്. അതുകൊണ്ട് ഈ ആയത്ത് ചില ഖുർആനിലെ ആയത്തുകളൊക്കെ ഉണ്ടല്ലോ തൗബ ചെയ്താൽ സ്വീകരിക്കപ്പെടും, ആ ആയത്ത് കൊണ്ട് ഇത് ബാധകമല്ല. കാരണം മുഅ്മിനായ മനുഷ്യനെ ഒരാൾ വധിച്ചിട്ടുണ്ടോ, അത് കൽപ്പിച്ചു കൂട്ടിയുള്ള വധമാണോ, അവൻ കാലാകാലം നരകത്തിലാണ്, അവന് തൗബയില്ല. ലോകത്ത് നടക്കുന്ന പല പല സ്ഫോടനങ്ങളിൽ ഇവിടെ വധിക്കപ്പെടുന്നത് ഒരുപക്ഷെ പണ്ഡിതന്മാരെ വരെ വധിക്കാൻ, തീവ്രവാദത്തിനെതിരെ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ അവരെ വരെ വധിക്കാൻ ഈ സാധുക്കളായ ആളുകൾ